ശ്രീദേവി, നീ ഇപ്പോ പറഞ്ഞത് ഒന്നും കൂടി പറഞ്ഞാൽ ഈ നാട്ടുകൂട്ടം ഇവിടെ ഇപ്പോ അവസാനിക്കും. അതിനുശേഷം നിനക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കും. എത്ര തവണ ചോദിച്ചാലും ഒരേ ഒരു ഉത്തരമായിരിക്കും. ഞാൻ ദേവേട്ടന്റെ ഒപ്പം വരുന്നതായിരിക്കും ശരി. ആരെന്ത് തീരുമാനിച്ചാലും അവർക്കും എനിക്കും യാതൊരു ബന്ധവുമില്ല. ഭർത്താവിന്റെ വീട്ടിൽ പോകുന്നതാണ് ശരിയായ മാർഗം. ആരെന്ത് തീരുമാനിച്ചാലും അവർക്കും എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഭർത്താവിന്റെ വീട്ടിൽ പോകുന്നതാണ് ശരിയായ മാർഗം. ഏട്ടാ, നാട്ടുകൂട്ടം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിയിട്ടും ഏട്ടാ പഴയതുപോലെ ആയിട്ടില്ല. ശ്രീദേവി നമ്മളെ വേണ്ടാന്ന് തള്ളി പറഞ്ഞു പോയത് മനസ്സിൽ എത്രത്തോളം ഏട്ടനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഞങ്ങളുടെ മനസ്സിലും അങ്ങനെ തന്നെയായേട്ടാ. അവൾ ആരോടും ഒന്നും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പേടിച്ച് നമ്മൾ അന്വേഷിച്ചോണ്ടേയിരുന്നു. എന്നാൽ ഇപ്പൊ അവള് പോകുന്നത് അമ്മയുടെ വീട്ടിലേക്ക് തന്നെയല്ലേ ഏട്ടാ? ശ്രീദേവി അങ്ങനെ പറയുന്ന ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാ സഹിക്കാൻ പറ്റാത്ത. ഏട്ടൻ എപ്പോഴും പറയാറില്ലേ, എന്ത് നടന്നാലും അത് നമ്മുടെ നല്ലതിനാണെന്ന്. അങ്ങനെ വിചാരിച്ച് അവള് സന്തോഷമായിട്ട് ഇരിക്കട്ടെന്നേ നമുക്ക് കരുതാൻ പറ്റൂ. ഏട്ടാ, ശ്രീദേവി ചേച്ചി പോയില്ലെന്ന് ഞാൻ നാട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞതാ. പക്ഷെ അതിന് നടക്കില്ല. ഗൗരി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ശ്രീദേവി ചേച്ചി കല്യാണം കഴിക്കുമെന്ന് ഞങ്ങൾ കളിക്കൊക്കെ ഇടയ്ക്ക് പറയായിരുന്നു. പക്ഷെ
ഞാൻ വിചാരിച്ചതൊന്നും തന്നെ നടന്നില്ല, ഇനി നടക്കാനും പോകുന്നില്ല. ഏട്ടൻ ഇങ്ങനെ ആരോടും സംസാരിക്കാതെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കെല്ലാം ഒരുപാട് വിഷമാവും. ശ്രീദേവി ചേച്ചി വന്നാലേ ചേട്ടൻ സംസാരിക്കുമെങ്കിൽ ഞങ്ങൾ പോയി കൂട്ടിയിട്ട് വരാം ചേച്ചി. അത് ഏട്ടാ, അവള് ചെറുപ്പമല്ലേ, നാട്ടുകൂട്ടത്തിൽ വെച്ച് എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ദുർഗ പറഞ്ഞതുപോലെ ഏട്ടനെ വിഷമിപ്പിച്ച ശ്രീദേവിയെ വിളിച്ചോണ്ട് വന്ന് തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ച് ഏട്ടന്റെ മുന്നിൽ വെച്ച് കർപ്പൂരം കത്തിച്ച് ക്ഷമ ചോദിക്കാൻ പറയാം. അതെ ചേച്ചി, വാ നമുക്ക് കൂട്ടിയിട്ട് വരാം. ശ്രീദേവിക്ക് വേണ്ടി ഈ വീടിന്റെ പടി കടക്കുന്നവര് തിരിച്ച് ഈ വീട്ടിലേക്ക് കയറാൻ പാടില്ല. വാ മോളെ. എന്റെ വാക്കിന് വില വെക്കാതെ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇവളിനി ഈ വീട്ടിൽ കാല് വെക്കാൻ പാടില്ല. ഏട്ടാ, വാതില് വരെ വന്നല്ലേ, അവളെ അകത്തേക്ക് വിളിച്ചൂടെ ഏട്ടാ? അവരെ രണ്ടുപേരെയും നമുക്ക് വീട്ടിലോട്ട് വിളിച്ചൂടെ ചേട്ടാ? അമ്മായി മാത്രം ഇങ്ങോട്ട് കയറിയാ മതി, വേറെ ആരും കയറണമെന്നില്ല. അമ്മായിക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. നിന്റെ അനുജത്തിക്ക് നിന്റെ അനുഗ്രഹം വേണം മോനെ. എന്റെ സഹോദരിയും ശശികുമാറും തമ്മിലുള്ള വിവാഹം നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കും. വല്യമ്മ ചോദിക്കുന്നത് ശ്രീദേവിയെ അനുഗ്രഹിക്കാനായിട്ടാ. ഈ ശ്രീദേവി എനിക്ക് ആരുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ കുറച്ചു മുമ്പ് ചേട്ടാ, ഇത്രയും നേരം എന്ത് സംസാരിക്കണമെന്ന് തന്നെ അറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. എന്നാ കണ്ണു നിറയെ കണ്ണീരോടെ വീണ്ടും ചേട്ടനെ കാണാനായിട്ട് വല്യമ്മയും കൂട്ടി വന്നു നിൽക്കുന്ന ശ്രീദേവിയെ അകത്ത് കയറാൻ സമ്മതിക്കാതെ വീണ്ടും വീണ്ടും ചേട്ടന്റെ വാക്കുകൾ കൊണ്ട് നോവിക്കുകയാണ്. അവളുടെ മനോവേദന എന്താണെന്നുള്ളത്
അവളുടെ ഭാഗത്തുനിന്ന് ആലോചിച്ചു നോക്ക്. അവള് എന്നെ പറ്റി ആലോചിച്ചായിരുന്നോ? ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയായിരുന്നു ഗൗതമിന്റെ സഹോദരിമാര് ഗൗതമിന്റെ വാക്ക് ധിക്കരിക്കില്ല എന്ന്. ഞാൻ പറയുന്നതേ അവരനുസരിക്കൂ. ഞാൻ പറയുന്ന വഴികളിലൂടെ മാത്രമേ അവര് സഞ്ചരിക്കൂ. ഞാൻ കണ്ട സ്വപ്നങ്ങൾ അവരെനിക്ക് നടത്തി തരൂന്നും എനിക്ക് വേണ്ടി മാത്രമാ അവർ ജീവിക്കുന്നു എന്നൊക്കെ. പക്ഷെ ഇന്ന് എന്നെയും ഈ കുടുംബത്തെയും എല്ലാവരെയും തള്ളി പറഞ്ഞിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ ഒരുത്തന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷെ ഞാൻ മരിച്ചു പോയാൽ പോലും എന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പോലും നീ വന്നു പോകരുത്. ഈ വീടിന്റെ ഗൃഹനാഥനായിട്ട് ഞാനില്ല എന്ന് വെച്ച് നിന്റെ അവനും ഈ വീട്ടിലോട്ട് കേറാൻ പാടില്ല. കണ്ണീരോടെ വന്ന് നിൽക്കുന്ന പെണ്ണിനോട് നീ ദയ കാണിക്കില്ലേ ഗൗതം? ശ്രീദേവി മരിച്ചു പോയെന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതിനി ഒരു മാറ്റവും വരുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഞാൻ തെറ്റ് ചെയ്തു അമ്മായി. ഏട്ടന് വേണ്ടത് ഞാൻ പറഞ്ഞു. അമ്മായിയുടെ ഒപ്പം വരാന്ന് പറഞ്ഞത് തെറ്റായി പോയി. എന്റെ ഏട്ടൻ ഈ ജന്മത്തിൽ എനിക്ക് മാപ്പ് തരില്ല. ഞാൻ ജീവനോടുള്ളിടത്തോളം ഇനി എനിക്ക് വീട്ടിൽ വരാൻ കഴിയില്ല. എന്റെ ചേച്ചിമാരെ, അനിയത്തി, സത്യം ചെയ്തത് പാലിക്കാനാ ഞാൻ ഇപ്പോഴും ജീവനോടിരിക്കുന്നത്. പക്ഷെ ഞാൻ എന്റെ ഏട്ടനോട് ചെയ്ത ഈ മഹാ അപരാധത്തിന് എനിക്ക് ഈ ശിക്ഷ ഇതൊന്നും പോരെ ഏട്ടാ. ഏട്ടൻ എന്നെ മറന്നേക്കും. നിന്റെ മനസ്സലിയില്ലേ ഗൗതം? ഏട്ടന് നല്ല ദേഷ്യമുണ്ട് അമ്മായി. ഈ സമയത്ത് ഏട്ടൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നല്ല ഭയമുണ്ട്. എങ്ങനെ പറയണമെന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെ പറഞ്ഞാലോ മനസ്സിലാവുന്നെന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ.
എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? മരിച്ചുപോയ ശ്രീദേവിയുടെ വസ്ത്രങ്ങൾ ഈ വീട്ടിൽ വെക്കാൻ പാടില്ല മക്കളെ. ചേട്ടാ, ശ്രീദേവി ഇവിടേക്കല്ലേ വന്നിരിക്കുന്നേ? എന്തിനാ അവള് മരിച്ചു എന്നൊക്കെ പറയുന്നേ? നാട്ടുകൂട്ടത്തിൽ മരിച്ചുപോയവളുടെ ശവം പോലും ഈ വീട്ടിലോട്ട് കയറ്റരുത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ അങ്ങോട്ട് അവളുടെ ഓർമ്മ പോലും വരാൻ പാടില്ലെന്ന് വെച്ചാ അവളുടെ തുണികളും സാധനങ്ങളും എല്ലാം ഞാൻ കത്തിച്ചു കളയുന്നത്. ഇത് തന്നെയാണ് വേണ്ടത്. ഇത്രയും വാശിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഗൗതം. ഇനിയും ഇവിടെ നിന്നാ ശ്രീദേവിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല അമ്മായി. അവളെ കൊണ്ടുവയ്ക്കും. ശ്രീദേവി, വാ മോളെ. ആ മോളെ പോകാം. നിങ്ങൾ എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രീദേവി ഇവിടെ വരണ്ടേ? എന്തുകൊണ്ട് വരില്ല? കാരണം ഏട്ടൻ അവളുടെ കൂടെ ഉണ്ടാവില്ലല്ലോ. സ്വന്തം ഏട്ടനെ വിട്ട് ശ്രീദേവിക്ക് ജീവിക്കാനാവില്ലടാ. അവളത്ര ചെറിയ കുട്ടിയൊന്നുമല്ല വാക്ക് മാറ്റി പറയാനായിട്ട്. നാട്ടുകൂട്ടത്തിൽ വാക്ക് പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടതാണ് കടമ. ഭർത്താവിന്റെ കൂടെ കഴിയേണ്ടവളാ. ഏട്ടത്തെ ഇതുവരെ വന്നില്ല. ശ്രീദേവിയുടെ കൂടെ അവർ ഗൗതമന്റെ വീട്ടിലായിരിക്കും. സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കില്ലല്ലോ. അവിടെ ഉത്സവമൊന്നുമില്ല. അവളുടെ സാധനങ്ങളും തുണികളൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. നാമിതയ്ക്ക് വേണ്ടി വാങ്ങിയ വസ്ത്രങ്ങൾ കൊടുത്താ പോരെ അമ്മേ? മരിച്ചവരുടെ തുണി കൊടുക്കണ്ടെന്ന് കരുതി വേലക്കാർക്ക് കൊടുത്തു. ആദ്യം ശ്രീദേവി ഇങ്ങ് വരട്ടെ. സാരി വിൽക്കുന്നവനോട് പറഞ്ഞാൽ അവൻ ആവശ്യത്തിന് ഇവിടെ എത്തിക്കും. ആ ഗീത ഒരു ആവശ്യമില്ലാതെ അങ്ങോട്ട് പോയത്. ദേ വന്നല്ലോ എന്റെ അമ്മയും ശ്രീദേവിയും. വാ മോളെ. ഈ വീട്ടിലെ മരുമകൾ ഇങ്ങോട്ട് വരാതെ എവിടെ പോകാനാ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് സ്വന്തം ചേട്ടന്റെ വാക്കിനെ ധിക്കരിച്ച് അവൾ ഇങ്ങോട്ട് തന്നെ വരും. വീട്ടിലേക്ക് വരുന്ന മരുമോളെ ഒരു വിരുന്നുകാരിയെ പോലെ ഇവർ കാണുന്നത്. എന്താ വീരരാജ്, നീ എന്താ ഈ പറയുന്നേ? ഇനി പറയാനായിട്ട് എന്താ മുത്തച്ചുള്ളത്? കർത്തു, ആരതി വേഗം കൊണ്ടുപോവാ. ആ, അങ്ങോട്ട് ചെല്ല്. ഗീത, ഭർത്താവില്ലാത്തവളാ ഞാൻ. ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പുരുഷന്മാരാ.
പുറത്തു നിന്ന് വന്ന നീ തന്നെ ആരതി ഒഴിഞ്ഞ് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. ശരി അമ്മായി. കൊടുക്ക്. അത് വാങ്ങിക്കേ.